നമസ്കാരം. പ്രധാന വാർത്തകൾ. കാട്ടാന പേടിയൊഴിയാതെ മൂന്നാർ. വീണ്ടും പടയപ്പ ഇറങ്ങി. വഴിയോര കടകൾ തകർത്തു. പാലക്കാട് ആലനല്ലൂരിൽ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ യുവാവിന് പരിക്ക്. മൂന്നാറിൽ യുവാക്കളുടെ സാഹസിക യാത്ര. കാർ ഡോറിലിരുന്ന് സാഹസിക പ്രകടനം. പത്തനംതിട്ട രജിസ്ട്രേഷനുള്ള കാർ ഉടമയ്ക്കായി അന്വേഷണം. മഞ്ഞും തണുപ്പും ആസ്വദിച്ച് മനോഹര കാഴ്ചകൾ കാണാൻ ഇടുക്കിയിലേക്ക് സഞ്ചാരികളുടെ ഒഴുക്ക്. അടവി കുട്ടവഞ്ചി സവാരി കേന്ദ്രത്തിലും തിരക്കേറി. ഇനിയും ചിറകുമുളയ്ക്കാതെ കാസർഗോഡ് പെരിയയിലെ എയർ സ്ട്രിപ്പ് പദ്ധതി. തിരുവനന്തപുരം ചെങ്കലിൽ നിർമ്മാണം പൂർത്തിയാക്കിയ റോഡ് 1 വർഷത്തിനകം തകർന്നെന്ന് പരാതി. അമിത ഭാരം കയറ്റിയ വാഹനങ്ങൾ പോകുന്നത് പ്രതിസന്ധി. പൈപ്പ് പൊട്ടുന്നത് ഇരട്ടി ദുരിതമെന്ന് നാട്ടുകാർ. മണ്ണാർക്കാട് നഗരസുരക്ഷയ്ക്ക് CCTV ക്യാമറകൾ. പദ്ധതി നടപ്പിലാക്കിയത് 65 ലക്ഷം രൂപ ചെലവഴിച്ച. തത്സമയ ദൃശ്യങ്ങൾ നഗരസഭയിലും പോലീസ് സ്റ്റേഷനിലും ലഭ്യമാകും. തിരുവനന്തപുരത്ത് ഗുണ്ടാ നേതാവിൽ നിന്ന് ലഹരി പിടികൂടിയ കേസിൽ തൊണ്ടി മുതൽ മുക്കി പോലീസ്. മസ്ഹറിലും FIRലും ഹാഷിഷോയിലും ലഹരി കടത്തിയ കാറുമില്ല. പോലീസിന്റെ ഒത്തുകളി. ഷാജഹാന്റെ സംഘത്തിൽ നിന്ന് ലഹരി പിടികൂടിയ കേസിൽ. വിശദമായി നോക്കാം. മൂന്നാർ ടൗണിൽ വീണ്ടും പടയപ്പ ഇറങ്ങി. വഴിയോര കച്ചവടശാലകൾ കാട്ടാന തകർത്തു. ഇന്ന് പുലർച്ചെയായിരുന്നു ആക്രമണം. മൂന്നാറിൽ കാട്ടാന പേടി ഒഴിയുന്നില്ല. ആറോ ജംഗ്ഷനിലിറങ്ങിയ കാട്ടാന വ്യാപക നാശം വരുത്തി. കാട്ടുകൊമ്പൻ പടയപ്പയാണ് ടൗണിൽ ഇറങ്ങിയത്. വഴിയോര കടകൾക്ക് നേരെയായിരുന്നു ആക്രമണം. ഇന്ന് രാവിലെ ഇവിടെ ഒരു 4 മണിയോടുകൂടി ടൗണിൻ്റെ അകത്ത് കാട്ടാന ഇറങ്ങിയായിരുന്നു. ഇപ്പോൾ നമുക്ക് സീസൺ തുടങ്ങിയേക്കുവാണ്. സീസൺ തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൂറിസ്റ്റ് ആൾക്കാരെല്ലാം അവർ രാത്രിയിൽ ഇങ്ങോട്ട് വരുമ്പോൾ ജനവാസ മേഖലയിലേക്ക് ഇതുപോലെ വന്യമൃഗങ്ങളുടെ ശല്യം സംബന്ധിച്ച് ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് ഇതിനെതിരെ ഫോറസ്റ്റുകാരും പോലീസുകാരും അത് ബന്ധപ്പെട്ട അധികാരികളും വേണ്ട നടപടികൾ എടുക്കണമെന്ന് മൂന്നാറിലെ നൈറ്റ് ആൻഡ് ഗൈഡ് അസോസിയേഷനും ബാക്കി ജനങ്ങളും ഗവൺമെന്റിനെ ബോധിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. മൂന്നാർ പഞ്ചായത്ത് പാർക്കിനും ആന നാശം വരുത്തി. ടൗണിൽ ധാരാളം ആളുകൾ ഉണ്ടായിരുന്ന സമയമാണ് ആന ഇറങ്ങിയത്. പിന്നീട് ആനയെ തുരത്തുകയായിരുന്നു. വിനോദസഞ്ചാരികൾ കൂടുതലായി മൂന്നാറിലേക്ക് എത്തുന്ന സമയമാണിത്. ജനങ്ങളേറെ എത്തുന്ന മേഖലയിൽ പടയപ്പ നിലയുറപ്പിക്കുന്നത് ആശങ്കയാണ്. മുൻകാലങ്ങളിലും പടയപ്പ മൂന്നാർ ടൗണിൽ ഇറങ്ങിയിരുന്നു. ദിവസങ്ങൾക്ക് മുൻപ് വരെ ആന മദപ്പാടിലായിരുന്നു. ന്യൂസ് 18 മൂന്നാർ. പാലക്കാട് ആലനല്ലൂരിൽ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ യുവാവിന് ഗുരുതര പരിക്ക്. വിളക്കത്തല സബിനാണ് വീടിനടുത്ത് വെച്ച് പന്നിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത്. പന്നിയുടെ കുത്തേറ്റ് സബിനിന്റെ മുതുകിൽ ആഴത്തിലുള്ള മുറിവേറ്റിട്ടുണ്ട്. വാരിയലിനും ശ്വാസകോശത്തിനും സാരമായ പരിക്കുകളുണ്ട്. മൂന്നാറിൽ വീണ്ടും സാഹസിക ഡ്രൈവിംഗ്. മൂന്നാർ ലോക്ക് ഹാർട്ട് എസ്റ്റേറ്റിന് സമീപമാണ് കാറിൽ യുവാക്കളുടെ സാഹസിക പ്രകടനം നടന്നത്. പത്തനംതിട്ട രജിസ്ട്രേഷനുള്ള കാറിന്റെ വിൻഡോയിലിരുന്നായിരുന്നു യുവാക്കളുടെ അപകടകരമായ യാത്ര. നിർമ്മാണം പൂർത്തിയാക്കിയ 1 വർഷമാകും മുൻപേ റോഡ് തകർന്നതായി പരാതി. തിരുവനന്തപുരം ചെങ്കൽ റോഡിനാണ് ഈ ദുരവസ്ഥയുള്ളത്. അമിതഭാരം കയറ്റിയ വാഹനങ്ങൾ പോകുന്നതാണ് റോഡിന്റെ തകർച്ചയ്ക്ക് കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. ചെങ്കലിലെ ഗ്രാമീണ റോഡിന്റെ അവസ്ഥയാണിത്. നാട്ടുകാരുടെ നീണ്ട നാളത്തെ പ്രതിഷേധത്തിനൊടുവിൽ 1 വർഷം മുമ്പായിരുന്നു നവീകരണം. എന്നാൽ മാസങ്ങൾക്കകം റോഡ് തകർന്നു. ഇപ്പോൾ മെറ്റലിളകി കുണ്ടും കുഴിയും രൂപപ്പെട്ടു. ഇപ്പോൾ റോഡ് ചെയ്തിട്ട് കുറച്ച് കാലമേ ആയുള്ളൂ, പക്ഷേ റോഡ് തകർന്നു കഴിഞ്ഞു. അപ്പോൾ ഇതുമൂലം ഉണ്ടാകുന്ന ഈ റോഡ് തകർന്നത് കാരണമുള്ള യാത്രാക്ലേശം ഒരു സൈഡിൽ, മറു സൈഡിൽ ഇവിടെ തൊട്ടടുത്തൊരു പാറപ്പൊടി വിൽപ്പന കേന്ദ്രമുണ്ട്. KKM ഏജൻസി എന്നാണ് പറയുന്നത്. അപ്പോൾ അത് അവിടെ ഈ സാൻഡിലും സാൻഡിലും പാറപ്പൊടി മിക്സ് ചെയ്ത് വലിയ ടണ്ണിൽ, അതായത് ഏകദേശം 35-40 ടണ്ണിൽ ഇതുവഴി പോകുന്ന വാഹനങ്ങളാണ് ഈ റോഡ് തകരാനുള്ള കാരണം. തമിഴ്നാട്ടിൽ നിന്നും ഉൾപ്പെടെ അമിതഭാരം കയറ്റി വരുന്ന ലോറികൾ നിരന്തരം സഞ്ചരിക്കുന്നതാണ് റോഡ് തകരാൻ കാരണമെന്നാണ് ആരോപണം. ഇതുവഴി 16 ടണ്ണാണ് ആദ്യം പോയിരുന്നത്. ഇപ്പോൾ ടൈലർ ലോറി വരെ പോകുന്നുണ്ട്. ഞങ്ങൾ പഞ്ചായത്തിലും പോലീസിലും ഒക്കെ പരാതി കൊടുത്തു. യാതൊരു നടപടി ഇതുവരെ ഉണ്ടായില്ല. അതിന് ഞങ്ങൾക്ക് ഇതിനൊരു പരിഹാര മാർഗം ഉണ്ടാകണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. ഞങ്ങൾ അതിനെതിരെ
ഒരു സമരമാർഗത്തിലേക്കാണ് തിരിയുന്നത്. അമരവിള കാട്ടിൽവിള പ്രദേശത്ത് റോഡ് തകർന്ന് ഗതാഗത യോഗ്യമല്ലാതായിട്ടുണ്ട്. പൈപ്പ് പൊട്ടുന്നതും പതിവാണ്. ഞങ്ങളെല്ലാം പഞ്ചായത്തിൻ്റെ എല്ലാ നിയമങ്ങളും അനുസരിച്ച് കരം കൊടുത്ത് എല്ലാ കാര്യങ്ങളും ചെയ്യും. ഞങ്ങളുടെ ജീവൻ ഇവിടെ സുരക്ഷിതമല്ല എന്നുള്ളതാണ്. ഇഞ്ചിഞ്ചായിട്ട് നമ്മുടെ കുട്ടികൾ രോഗികളായിട്ട് മാറുന്നു. വയസ്സായ എല്ലാ പ്രായഭേദമില്ല ഇവിടുത്തെ പൊടി കൊണ്ട് മാരകമായ രോഗത്തിലേക്ക് കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അമിതഭാരം കയറ്റിയ വാഹനങ്ങൾക്ക് പഞ്ചായത്ത് നിയന്ത്രണം ഏർപ്പെടുത്തി ബോർഡ് സ്ഥാപിച്ചെങ്കിലും ഫലമുണ്ടായില്ല. അമിതഭാരം കയറി വരുന്ന ലോറി 50 ടണ്ണിന് മേളിലുള്ള ഭാരം കയറിയാണ് ഈ ലോറികൾ ഇവിടെ നിന്ന് പോകുന്നത്. പക്ഷേ അതിന് നമ്മൾ പരിഹാരമായി പഞ്ചായത്തിൽ നിന്ന് 2 ബോർഡുകൾ വെച്ചിട്ടുണ്ട്. അതെല്ലാം അവർ കണക്കാക്കാതെയാണ് ഈ ലോറികൾ ഇവിടെ നിന്ന് പോകുന്നത്. ഇതിനെന്തെങ്കിലും അതുപോലെ തന്നെ പൈപ്പ് ലൈനെല്ലാം പൊട്ടി നമുക്ക് 17 ദിവസം 18 ദിവസം വരെ ഇവിടെ കുടിവെള്ളം ഇല്ലാതിരുന്നിട്ടുണ്ട്. അമരവിളയിലെ ഹയർ സെക്കൻഡറി LP സ്കൂളുകളിലേക്ക് ഉൾപ്പെടെ ദിവസവും 100 കണക്കിന് വിദ്യാർത്ഥികൾ പോകുന്ന വഴിയാണിത്. ന്യൂസ് 18 നെയ്യാറ്റിൻകര. പാലക്കാട് മണ്ണാർക്കാട് നഗരസുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി CCTV ക്യാമറകൾ സ്ഥാപിച്ചു. മണ്ണാർക്കാട് നഗരസഭ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 65 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഈ പദ്ധതി നടപ്പാക്കിയത്. മണ്ണാർക്കാട് നഗരത്തിൽ നെല്ലിപ്പുഴ മുതൽ കുന്തിപ്പുഴ വരെ 4 ANPR ക്യാമറകൾ ഉൾപ്പെടെ 46ഓളം ക്യാമറകളാണ് സ്ഥാപിച്ചിട്ടുള്ളത്. നഗരസുരക്ഷയ്ക്ക് മുൻതൂക്കം നൽകിക്കൊണ്ടാണ് നഗരസഭ ഇങ്ങനെയൊരു പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നത്. ഓരോ പോക്കറ്റ് റോഡുകളിൽ നിന്നും മണ്ണാർക്കാട് നഗരത്തിലേക്ക് പ്രവേശിക്കുന്നതും തിരിച്ചു പോകുന്നതും ഉൾപ്പെടെ റെക്കോർഡ് ചെയ്യപ്പെടും. ദൃശ്യങ്ങൾ തത്സമയം മണ്ണാർക്കാട് നഗരസഭയിലും പോലീസ് സ്റ്റേഷനിലും ലഭിക്കും. ടെക്നോളജിയുടെ കാവലിലേക്ക് മണ്ണാർക്കാട് നഗരസഭയെ കൊണ്ടുവരികയും ദീർഘവീക്ഷണത്തോടെയുള്ള നഗരസഭയുടെ പ്രവർത്തനങ്ങളെ MLA പ്രശംസിക്കുകയും ചെയ്തു. നഗരസഭാ ചെയർമാൻ ശ്രീ C മുഹമ്മദ് ബഷീർ അധ്യക്ഷനായിട്ടുള്ള ചടങ്ങിൽ പാലക്കാട് NCP ഹരിദാസ് മുഖ്യാതിഥിയായി. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഗഫൂർ കോൽക്കളത്തിൽ, നഗരസഭാ കൗൺസിലർമാർ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് 18 പാലക്കാട്. കാസർഗോഡ് തിരുവനന്തപുരം ദേശീയപാതയിൽ നവീകരണം പൂർത്തിയായ ഭാഗങ്ങളിൽ ലൈറ്റുകൾ പ്രവർത്തിപ്പിച്ചു. ട്രയലിന്റെ ഭാഗമായാണ് മലപ്പുറത്ത് ലൈറ്റുകൾ തെളിഞ്ഞത്. മലപ്പുറത്ത് നവീകരണം പൂർത്തിയാക്കിയ 6 വരി പാതയിലെ കാഴ്ചയാണിത്. ട്രയൽ വർക്കുകൾക്കായി ലൈറ്റുകൾ മിന്നിത്തിളങ്ങിയത് ദേശീയപാതയെ മനോഹരമാക്കുകയാണ്. ഓരോ 30 മീറ്ററിനുമകത്താണ് ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. കിലോമീറ്റർ നീളുന്നതാണ് പാത. മികച്ച യാത്രയ്ക്കൊപ്പം ടൂറിസം രംഗത്തും നേട്ടമുണ്ടാക്കുമെന്നാണ് പ്രതീക്ഷ. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഈ രാത്രികാല കാഴ്ച യാത്രക്കാർക്ക് കാണാനാകും. മലപ്പുറത്ത് നിർമ്മാണം പൂർത്തിയാക്കിയ വയഡക്ട് പാലങ്ങൾ 2 ആഴ്ചയ്ക്കകം യാത്രക്കാർക്കായി തുറന്നു നൽകും. വട്ടപ്പാറയിലെ പ്രധാന വയഡക്ട് പാലവും ഇതിൽപ്പെടും. അവസാനവട്ട പണി മാത്രമാണ് ബാക്കിയുള്ളത്. ന്യൂസ് 18 തിരൂർ. മുഹമ്മദ് മൂസിൻ MLA ഫോണിൽ വിളിച്ച് താക്കീത് ചെയ്ത ഓങ്ങല്ലൂർ പഞ്ചായത്ത് സെക്രട്ടറി V ജഗദീഷ് വകുപ്പിന്റെ സ്ഥിരം നോട്ടപ്പുള്ളി. സാമ്പത്തിക ക്രമക്കേടിനും പദ്ധതി വിഹിതത്തിലെ നിയമവിരുദ്ധ ഇടപാടിന് മുൻപും ഇയാൾക്കെതിരെ വകുപ്പ് നടപടിയെടുത്തതിന്റെ രേഖകൾ ന്യൂസ് 18 ലഭിച്ചു. പട്ടിത്തറ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറായിരിക്കെ സാമ്പത്തിക ക്രമക്കേടിനും പദ്ധതി വിഹിതത്തിൽ നിയമവിരുദ്ധ ഇടപാടുകൾ നടത്തിയതിനും ജഗദീഷിനെ സസ്പെൻഡ് ചെയ്തിരുന്നു. 399 ദിവസങ്ങൾക്ക് ശേഷമാണ് ഉത്തരവ് റദ്ദ് ചെയ്ത് തിരികെ ജോലിയിൽ പ്രവേശിച്ചത്. ഉത്തരവിന്റെ പകർപ്പും പുറത്തുവന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ജഗദീഷിനെ താക്കീത് ചെയ്യുന്ന മുഹമ്മദ് മുഹസിന്റെ ഓഡിയോ സംഭാഷണം പുറത്തുവന്നിരുന്നു. MLAയുടെ സഹോദരിയെ ഓങ്ങല്ലൂർ പഞ്ചായത്ത് സെക്രട്ടറി അപമാനിച്ചെന്നാരോപിച്ച് ഫോണിൽ വിളിച്ച് കയർത്ത് സംസാരിക്കുന്ന ശബ്ദഭാഗമാണ് പുറത്തുവന്നത്. വിവാഹം രജിസ്റ്റർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ആവശ്യത്തിനായി പഞ്ചായത്തിൽ എത്തിയതായിരുന്നു MLAയുടെ സഹോദരി. എനിക്ക് എന്തെങ്കിലും രാഷ്ട്രീയപരമായിട്ട് എന്നോട് പ്രശ്നം വീട്ടിലെ 1 മിനിറ്റ് കേൾക്കണോ? വീട്ടിലെ സ്ത്രീകളോട് മാന്യമായിട്ട് പെരുമാറാൻ അറിയില്ലെങ്കിലും അടിച്ച് മൊന്ത പൊളിക്കും. ആയിക്കോട്ടെ. നേരിട്ട് ഭയനം നിനക്ക് അറിയാം. അവിടെ നിയമസഭ ഞാൻ മോശമായിട്ട് സാറ് മാന്യമായിട്ട് സ്ത്രീകൾ ആ പെൺകുട്ടി അവിടെ വന്നിട്ടല്ലേ പോയത്. എന്നോട് അവൾ എന്നോട് പറഞ്ഞില്ല, അവിടെ വന്ന ആളുകളാ പറഞ്ഞു. അല്ല, അവിടെ ഞാൻ മാത്രമല്ല ഉണ്ടായിരുന്നവിടെ, വേറെ കണ്ടു നിന്നവർ കേട്ടു നിന്നവരുണ്ട്. അത് തന്നെ തന്റെ നാവ് ശരിക്ക് സംസാരിക്കാനില്ലെങ്കിലും അത് അകത്തേക്ക് വെച്ചേക്കണം. വീട്ടിൽ
വേണ്ടില്ല. ഈ വർത്താനം പറഞ്ഞിട്ട് വന്നു കഴിഞ്ഞാണ്ടല്ലോ ഞങ്ങൾക്കും സംസാരിക്കുക വന്നിട്ട് നേരെ മോന്തയ്ക്ക് 2 തന്നിട്ടേ സംസാരിക്കുള്ളൂ. എന്റെ മാത്രമല്ല താനും മെമ്പർമാരോടും മോശമായിട്ടാണ് പറഞ്ഞത്. വിദ്യാഭ്യാസ യോഗ്യതയുടെ പേരിൽ സഹോദരിയെ അപമാനിച്ചെന്നാണ് MLA പറയുന്നത്. വീട്ടിലെ സ്ത്രീകളോട് മാന്യമായി സംസാരിച്ചില്ലെങ്കിൽ മോന്തയ്ക്ക് 2 തന്നിട്ടേ സംസാരിക്കൂ എന്നാണ് MLA പറഞ്ഞത്. അതേസമയം വനിതാ അംഗങ്ങളോടക്കം മോശമായ രീതിയിൽ സംസാരിച്ചത് കൊണ്ടാണ് സെക്രട്ടറിയെ വിളിച്ച് താക്കീത് നൽകിയതെന്നാണ് MLAയുടെ വിശദീകരണം. മാസങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവത്തിന്റെ ഓഡിയോ ഇപ്പോൾ പുറത്തുവിട്ടത് പ്രത്യേക രാഷ്ട്രീയ ലക്ഷ്യം ഉന്നമിച്ചാണെന്നും MLA മുഹമ്മദ് മുഹ്സിൻ പറയുന്നു. പഞ്ചായത്ത് സെക്രട്ടറിക്ക് കഴിഞ്ഞ ദിവസം സ്ഥലമാറ്റം ലഭിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഓഡിയോ സന്ദേശം പുറത്തുവന്നത്. എന്നാൽ അദാലത്തുമായി ബന്ധപ്പെട്ട വീഴ്ചകളെ തുടർന്നാണ് സെക്രട്ടറിക്ക് സ്ഥലമാറ്റം ലഭിച്ചതെന്ന് MLA പറഞ്ഞിരുന്നു. ന്യൂസ് 18 പാലക്കാട്. തിരുവനന്തപുരത്ത് ഗുണ്ടാ നേതാവിൽ നിന്ന് ലഹരി പിടികൂടിയ കേസിൽ തൊണ്ടി മുതൽ മുക്കി പോലീസിന്റെ അട്ടിമറി നീക്കം. പൊക്കം ഷാജഹാന്റെ സംഘത്തിൽ നിന്ന് പിടികൂടിയ ഹാഷിഷ് ഓയിലും ലഹരി കടത്തിയ കാറുമാണ് കോടതി അറിയിക്കാതെ തിരുവല്ലം പോലീസ് മുക്കിയത്. ലഹരി മാഫിയയെ അമർച്ച ചെയ്യാനായി നടത്തുന്ന ഓപ്പറേഷൻ ഡി ഹണ്ടിലാണ് പ്രതിയെ രക്ഷിക്കാനുള്ള പോലീസിന്റെ അട്ടിമറിയുന്നത് ശ്രദ്ധേയം. ലഹരി വ്യാപനം തടയാൻ നിയമസഭാ ഹാളിൽ മുഖ്യമന്ത്രി വിപുലമായ യോഗം തന്നെ വിളിച്ചു ചേർത്തിരുന്നു. പോലീസിന്റെയും എക്സൈസിന്റെയും സംയുക്ത പ്രവർത്തനത്തിന് നിർദ്ദേശം നൽകുകയും ചെയ്തു. എന്നാൽ മുഖ്യമന്ത്രിയും പോലീസും കൊട്ടിഘോഷിക്കുന്ന ഓപ്പറേഷൻ ഡി ഹണ്ട് പോലീസ് തന്നെ അട്ടിമറിക്കുന്നതിന്റെ തെളിവാവുകയാണ് തലസ്ഥാനത്തെ തിരുവല്ലം പോലീസിന്റെ വഴിവിട്ട നീക്കം. കൊട്ടേഷനും സ്വർണം പൊട്ടിക്കലുമൊക്കെയായി തിരുവനന്തപുരത്തെ പ്രധാന ഗുണ്ടയാണ് വലിയതുറ സ്വദേശി പൊക്കം ഷാജഹാൻ. ചൊവ്വാഴ്ച രാത്രി ഷാജഹാനും സംഘവും തങ്ങിയ വീട്ടിൽ നിന്ന് ഡാൻസ് ഓഫ് സംഘം ലഹരി പിടികൂടി തിരുവല്ലം പോലീസിനെ ഏൽപ്പിച്ചു. 30 ഗ്രാം കഞ്ചാവ്, 0.06 ഗ്രാം MDMA, 1.2 ഗ്രാം ഹാഷിഷ് ഓയിൽ, 65,000 രൂപ കൂടാതെ എയർഗൺ എന്നിവയാണ് പിടിച്ചത്. ഇവ കൊണ്ടുവന്ന 2 കാറും പിടിച്ചെടുത്തു. എന്നാൽ കോടതിയിൽ നൽകിയ FIR, മഹസർ റിപ്പോർട്ട് എന്നിവയിൽ നിന്ന് ഹാഷിഷ് ഓയിൽ ഒഴിവാക്കി. റിപ്പോർട്ടിൽ കാണിച്ചത് 1 കാർ മാത്രം. SI തയ്യാറാക്കിയ റിപ്പോർട്ടിലെ അട്ടിമറി നീക്കം പുറത്തറിഞ്ഞതോടെ രണ്ടാമത് ഒരു മഹസർ റിപ്പോർട്ട് തയ്യാറാക്കി 2ാമത്തെ കാർ ഉൾപ്പെടുത്തി. അപ്പോഴും ഹാഷിഷ് ഓയിൽ കേസ് ഡയറിയിലില്ല. ലഹരിയുടെ അളവ് കുറഞ്ഞാൽ ജാമ്യം കിട്ടാൻ എളുപ്പമാകും. പോലീസ് രേഖകളിൽ വ്യത്യസ്ത അളവ് വരുന്നതോടെ വിചാരണയിൽ കേസ് തള്ളിപ്പോകും. അട്ടിമറി നീക്കത്തിന്റെ ലക്ഷ്യവും അതുതന്നെയെന്ന് കരുതണം. ന്യൂസ് 18 തിരുവനന്തപുരം. വേനലവധി ആരംഭിച്ചതോടെ പത്തനംതിട്ടയിലെ കോന്നി, അടവി, കുട്ടവഞ്ചി സവാരി കേന്ദ്രത്തിൽ സഞ്ചാരികളുടെ തിരക്ക് വർദ്ധിച്ചിട്ടുണ്ട്. കല്ലാറിന്റെ ഓളപ്പരപ്പിലൂടെ പ്രകൃതി ഭംഗി ആസ്വദിച്ചുള്ള കുട്ടവഞ്ചി സവാരിയാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. തിരക്ക് വർദ്ധിച്ചതോടെ വനംവകുപ്പിന്റെ വരുമാനത്തിലും വർധനവുണ്ട്. ശാന്തമായി ഒഴുകുന്ന കല്ലാറിന്റെ ഓളപ്പരപ്പിലൂടെ കാടിന്റെ ഭംഗി ആസ്വദിച്ചുള്ള കുട്ടവഞ്ചി യാത്ര ആരെയും ആകർഷിക്കുന്നതാണ്. സ്വദേശികളും വിദേശികളുമായ നിരവധി സഞ്ചാരികളാണ് ഇപ്പോൾ അടവി കുട്ടവഞ്ചി സവാരി കേന്ദ്രത്തിലെത്തുന്നത്. വേനലവധി ആരംഭിച്ചതോടെ സഞ്ചാരികളുടെ തിരക്കും വർദ്ധിച്ചു. ഒരു പ്രാവശ്യം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട സ്ഥലം തന്നെയാണ്. അതിന് 3ാമത്തെ പ്രാവശ്യമാണ് ഇപ്പോൾ വരുന്നത്. നമ്മുടെ ഫ്രണ്ട്സുമായിട്ട് നേരത്തെ വന്നിട്ടുണ്ട്. ഈ വനത്തിൻ്റെ ഇടയിൽ ഈ നദിക്ക് ബോട്ടിൽ യാത്ര ചെയ്യുക എന്ന് പറയുന്നത് നല്ല അനുഭവം തന്നെയാണ്. ആൾക്കാർക്ക് ഒരു പ്രാവശ്യം ഒന്ന് എൻജോയ് ചെയ്യേണ്ട സ്ഥലം തന്നെയാണ്. എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ സ്ഥലം തന്നെയാണ്. ശാന്തമായ അന്തരീക്ഷം അല്ലേ? ശാന്തമായ, വളരെ കാം ആൻഡ് ക്വയറ്റ്, പീസ്ഫുൾ അന്തരീക്ഷം. എല്ലാം മറന്ന് സുഖമായിട്ട് ഇവിടെ വന്ന് ടൈം പാസ് ചെയ്യാം. 4 പേർക്ക് സഞ്ചരിക്കാവുന്ന കുട്ടവഞ്ചി സവാരിക്ക് 600 രൂപയാണ് വനം വകുപ്പ് ഈടാക്കുന്നത്. കാടിൻ്റെ മനോഹര ദൃശ്യങ്ങളും ശാന്തമായ അന്തരീക്ഷവുമാണ് ഇവിടുത്തെ പ്രത്യേകത. ഭാഗ്യമുണ്ടെങ്കിൽ കാട്ടുമൃഗങ്ങളെയും കുട്ടവഞ്ചി യാത്രയിൽ കാണാം. ഞങ്ങൾ ഒറിജിനലി UK നിന്നാണ് വരുന്നത്. ഞങ്ങളുടെ ആദ്യത്തെ പ്രാവശ്യം ഇവിടെ വരുന്നത്. ഞങ്ങൾ ഒരുമിച്ചൊരു ഫാമിലി ആയിട്ട് ഔട്ടിങ്ങിന് പോയതായിരുന്നു. ഇനി ഇങ്ങോട്ട് വരണമെന്നുണ്ടോ? ഡെഫിനറ്റ്ലി ഒന്നുകൂടി വരാൻ ആഗ്രഹമുണ്ട്. വരണം ഒന്നുകൂടി. പലരും കുട്ടികളോടൊപ്പമാണ് കുട്ടവഞ്ചി സവാരിക്കായി എത്തുന്നത്. വേനൽക്കാലം ആയതിനാൽ ഹ്രസ്വദൂര കുട്ടവഞ്ചി സവാരി മാത്രമാണ് ഇപ്പോഴുള്ളത്. വർഷകാലത്ത് ദീർഘദൂര സവാരിയുമുണ്ട്. സുരക്ഷിത യാത്രയാണ് വനം വകുപ്പ് കുട്ടവഞ്ചി സവാരി കേന്ദ്രത്തിൽ ഒരുക്കിയിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ വിനോദസഞ്ചാരികളുടെ തിരക്ക് വർദ്ധിക്കാനാണ് സാധ്യത. ന്യൂസ് 18 പത്തനംതിട്ട. സീസൺ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഇടുക്കി, വാഗമണിൽ സഞ്ചാരികളുടെ തിരക്ക്. പ്രകൃതിയുടെ തണുപ്പും സാഹസിക വിനോദസഞ്ചാര സാധ്യതകൾ ആസ്വദിക്കാനുമാണ് സഞ്ചാരികൾ കൂടുതലായും വാഗമണിലേക്ക് എത്തുന്നത്.
കൊടും ചൂടിൽ നിന്നും ആശ്വാസം തേടി വാഗമണ്ണിലെത്തുന്ന സഞ്ചാരികളെ കാത്തിരിക്കുന്നത് മഞ്ഞു മൂടിക്കിടക്കുന്ന പ്രഭാതങ്ങളും കുളിരണിഞ്ഞ പകലുകളുമാണ്. മഞ്ഞു പുതച്ച മലനിരകളിലൂടെ ഒരു യാത്ര, അഡ്വഞ്ചർ പാർക്കിൽ സാഹസിക യാത്ര, കണ്ണാടിപ്പാലം, ഒപ്പം ആകാശത്തുകൂടി പറന്ന് കാഴ്ചകൾ കാണാൻ പാരാഗ്ലൈഡിംഗ്. ഇതെല്ലാം ആസ്വദിച്ച് വാഗമണ്ണിന്റെ കുളിരിൽ അലിയാൻ ആഗ്രഹിക്കാത്തവരുണ്ടാകില്ല. விக்னேஷ், நான் வந்து அப்ராடில் இருக்கேன். நான் இது ஃபர்ஸ்ட் டைம் இங்கே வானவகம். நல்லா இருக்குது எக்ஸ்பீரியன்ஸ். கிளைமேட் இஸ் வெரி ப்ளசன்ட். ரெய்னியாக இருக்குன்னு நினச்சோம், பட் நல்லா இருக்குது, எக்ஸ்பீரியன்ஸ்டாக இருக்குது. இன்னும் நிறைய எக்ஸ்ப்ளோர் பண்ணல, பட் பேராஷூட் ட்ரை பண்ணோம். இன்றைக்கி காம்படிஷன்றதுனால கொஞ்சம் மிஸ் ஆகிடுச்சு. மற்றபடி எல்லாம் ரீசனபிள், ரேட்டெல்லாம் கொஞ்சம் ரீசனபிள் தான் இருக்குது. கிளைமேட்டு கொஞ்சம் ஓரளவுக்கு நல்லாயிருக்கு. சீசன் டைம்னால் பார்க்கலாம், பட் நாங்கள் எதிர்பார்த்து வந்தோம் பேராஷூட்டு, அதுதான் இன்றைக்கி இல்லா போச்சு. ஏன்னா ஏதோ காம்படிஷன் நடக்குதா பேராஷூட்டில். ഇപ്പോൾ ഇന്നും മീതി എല്ലാத்தையும் നാം ചുറ്റി പാത്തിട്ട് വന്നോളൂ. സീസൺ ആരംഭിക്കുന്നതിന് മുൻപേ തന്നെ വാഗമണ്ണിൽ സഞ്ചാരികളുടെ തിരക്കാണ്. അവധിക്കാലമാകുന്നതോടെ സഞ്ചാരികൾ ഇവിടേക്ക് ഒഴുകിയെത്തും. മഞ്ഞുമൂടിയ വാഗമണ്ണിന്റെ കുളിരും കാഴ്ചകളും ഇവിടെയെത്തുന്ന സഞ്ചാരികൾക്കായി കാത്തിരിക്കുകയാണ്. ന്യൂസ് 18 ഇടുക്കി. ചിറകുമുളയ്ക്കാതെ കാസർഗോഡ് പെരിയ എയർ സ്ട്രിപ്പ് പദ്ധതി. ഒരു പതിറ്റാണ്ടിലേറെയായി പദ്ധതി അനിശ്ചിതത്വത്തിലായിട്ട്. വടക്കൻ കേരളത്തിൽ ടൂറിസം വികസനം ലക്ഷ്യമിടുന്നതായിരുന്നു പെരിയ എയർ സ്ട്രിപ്പ് പദ്ധതി. 2011 ചെറുവിമാനത്താവളം തുടങ്ങുന്നതിന് പെരിയ കനിയംകുണ്ടിൽ സർക്കാർ അംഗീകാരം നൽകി. BRDCക്കായിരുന്നു ചുമതല. 2012 സിയാൽ സാധ്യതാ പഠന റിപ്പോർട്ടും നൽകി. ജില്ലാ പഞ്ചായത്ത് ബജറ്റിൽ 10 ലക്ഷം രൂപ നീക്കിവെച്ചു. സ്വകാര്യ പങ്കാളിത്തത്തോടെ ചെറുവിമാനത്താവളം നിർമ്മിക്കാനായിരുന്നു പദ്ധതി. എന്നാൽ അതും ലക്ഷ്യം കണ്ടില്ല. മുഖ്യമന്ത്രി ഇതിനെ ഒരു കംപ്ലീറ്റ് ഫീസിബിലിറ്റി സ്റ്റഡി നടത്തുന്നതിന് വേണ്ടി വാട്ട് ഇസ് കോള് KGN നായർ ക്യാപ്റ്റൻ തുമ്പി ഏവിയേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയെ ഈ പ്രോജക്റ്റ് റിപ്പോർട്ട് ഏൽപ്പിച്ചു. കളക്ടറും മറ്റ് ജില്ലാ അഡ്മിനിസ്ട്രേഷനും എല്ലാം ഇടപെട്ട് സർവേ നടത്തി. ആ സർവേയിൽ ഞാൻ മെൻഷൻ ചെയ്ത പോലെ ആ സ്ഥലത്തിനൊരു പ്രത്യേകത, ടെക്നിക്കലി ഹൈലി ഫീസിബിൾ ആകാൻ പറയാനുള്ള കാരണം ഹൈവേക്ക് അടുത്താണ്, മലയോര മേഖലയ്ക്ക് അടുത്താണ്, കാസർഗോഡ് ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സിന് അടുത്താണ്, കാസർഗോഡ് ജില്ലയുടെ മിഡിലാണിത്. ആർക്കും എത്രയും പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റുന്ന ഒരു സ്ഥലം. വിമാനത്താവളത്തിന് 80.41 ഏക്കർ സ്ഥലമാണ് കനിയംകുണ്ടിൽ കണ്ടെത്തിയത്. 51.65 ഏക്കർ സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയും 28.76 ഏക്കർ സർക്കാർ ഭൂമിയുമായിരുന്നു. ചെറുവിമാനത്താവളം വന്നാൽ ബേക്കൽ, റാണിപുരം, കേന്ദ്ര സർവകലാശാല, വിവിധ വിമാനത്താവളങ്ങളിലേക്കുള്ള യാത്ര എന്നിവ എളുപ്പത്തിലാവും. 2019 ഏറ്റവും ഒടുവിൽ സാധ്യതാ പഠനം നടത്തിയത്. കേരള ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ഭീമമായ ഒരു സംഖ്യ വെക്കാൻ പറ്റുന്നില്ല എന്നാണ് ഒരു കാര്യം. രണ്ടാമത്തത്, കേന്ദ്ര ഗവൺമെന്റ് അനുവാദം തീർച്ചയായും ഇതിന് ആവശ്യമാണ്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഉഡാൻ പദ്ധതിയിൽ ഉൾപ്പെടുത്താനും അത് സെൻട്രൽ ഗവൺമെന്റ് തീരുമാനം എടുക്കേണ്ടതാണ്. അതിന് എത്ര കണ്ട് കേരള സ്റ്റേറ്റ് ഗവൺമെന്റ് സ്വാധീനം ചെലുത്തിയെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നില്ല. ഒന്നുകൂടി കേരള ഗവൺമെന്റ് അഭ്യർത്ഥിക്കാനുള്ളത്, ഏറ്റവും വലിയ പിന്നോക്കം നിൽക്കുന്ന കാസർഗോഡ് ജില്ലയുടെ വികസനത്തിന് വേണ്ടി സർക്കാർ ഇപ്പോൾ കാസർഗോഡ് പാക്കേജിനോടൊപ്പം തന്നെ ഇതും ഉൾപ്പെടുത്തി കൊണ്ടുപോകണമെന്നാണ് കേരള സർക്കാരോട് നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. സ്വകാര്യ പങ്കാളിത്തത്തോടെ വിമാനത്താവളം ഒരുക്കാനായിരുന്നു സർക്കാർ നീക്കം. സ്ഥലം വിട്ടു നൽകാൻ ഭൂവുടമകൾ സന്നദ്ധരായതും റൺവേക്കായി കുന്നുകൾ ഇടിക്കേണ്ടി വരാത്തതും സമീപ ജില്ലകളിലെ വിമാനത്താവളങ്ങളും പദ്ധതിക്ക് അനുകൂല ഘടകമാണ്. ഓരോ സംസ്ഥാന ബജറ്റിലും പെരിയ എയർ സ്ട്രിപ്പ് പദ്ധതിക്കായി തുക നീക്കിവെക്കാറുണ്ട്. എന്നാൽ തുടർ പ്രവർത്തികൾ നടത്താറില്ല. ന്യൂസ് 18 കാസർഗോഡ്. സംസ്ഥാനത്ത് SSLC ഹയർ സെക്കൻഡറി ഉത്തരപേപ്പർ മൂല്യനിർണ്ണയത്തിന് തുടക്കമായിരിക്കുന്നു. ഒറ്റപ്പാലം വിദ്യാഭ്യാസ ജില്ലയിൽ വാടാനക്കുറിശി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, നടുവട്ടം ഗവൺമെന്റ് ജനത ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലാണ് മൂല്യനിർണ്ണയം നടക്കുന്നത്. ഈ മാസം 26 വരെയാണ് മൂല്യനിർണ്ണയം. മാർച്ച് മാസത്തിൽ നടന്ന SSLC ഹയർ സെക്കൻഡറി പരീക്ഷ ഉത്തരപേപ്പറുകളുടെ മൂല്യനിർണ്ണയമാണ് വിവിധ സെന്ററുകളിലായി തുടക്കം കുറിച്ചിരിക്കുന്നത്. 14 ദിവസത്തെ മൂല്യനിർണ്ണയത്തിന് 190 അധ്യാപകരും 13 ചീഫ് ഓഫീസർമാരും ഉണ്ടാകും. വാടാനാംകുറിശിയിൽ ഇംഗ്ലീഷ്, ഹിന്ദി എന്നിവയും നടുവട്ടത്ത് ബയോളജി, മലയാളം സെക്കൻഡ് എന്നീ പേപ്പറുകളുടെയും മൂല്യനിർണ്ണയമാണ് നടക്കുന്നത്. ഇംഗ്ലീഷ് വിഭാഗം 43,355 പേപ്പറുകളും ഹിന്ദി വിഭാഗത്തിൽ 30,801 പേപ്പറുകളും വാടാനാംകുറിശിയിൽ മാത്രം മൂല്യനിർണ്ണയം നടത്തും. ഇംഗ്ലീഷിന്റെ 43,355 പേപ്പറുകളാണ് ക്യാമ്പിൽ ലഭ്യമായിട്ടുള്ളത്. ഹിന്ദി 30,801 പേപ്പറുകൾ എത്തിയിട്ടുണ്ട്. സോർട്ടിങ്ങുകളെല്ലാം പൂർത്തിയായി. അതായത് റൂമുകളിലേക്ക് ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും നടത്തിയിട്ടുണ്ട്. വാല്യുവേഷൻ പ്രക്രിയ സുഗമമായി നടക്കും.
നടുവട്ടത്ത് 12 ചീഫ് ഓഫീസർമാരുടെയും 200ഓളം അധ്യാപകരുടെയും നേതൃത്വത്തിൽ 59,640 പേപ്പറുകൾ മൂല്യനിർണ്ണയം നടത്തും. ക്യാമ്പുകളിൽ DEO ഇൻചാർജ് ബിന്ദു സന്ദർശനം നടത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. ഹയർ സെക്കൻഡറി വിഭാഗം എല്ലാ പരീക്ഷാ ഉത്തരപേപ്പറുകളുടെയും മൂല്യനിർണ്ണയം പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു വരുന്നുണ്ട്. ന്യൂസ് 18 പട്ടാമ്പി. ഒറ്റപ്പെട്ട വയോധികർക്ക് വെളിച്ചമാവുകയാണ് ഇടുക്കി രാജകുമാരി കുരുവിള സിറ്റി സ്വദേശിനിയായ ബിജി ബെന്നി. 40 വയോധികരെയാണ് ഇവർ സംരക്ഷിക്കുന്നത്. ഒറ്റപ്പെട്ടു പോകുന്നവർക്കായി ജീവിതം ഒഴിഞ്ഞുവെച്ചതാണ് ബിജിയും ഭർത്താവ് ബെന്നി ഉലഹന്നാനും. പാൽക്കടലാകെ പൊൻവെല വീശണ പഞ്ചമി തോണി 1999 സെപ്റ്റംബറിലാണ് ബിജി ബെന്നിയുടെ ജീവിതം മാറിമറിഞ്ഞത്. രാജകുമാരിക്കടുത്തുള്ള കടുക്ക സിറ്റിയിലെ ഒരു കടയുടെ മുന്നിൽ അവശനിലയിൽ കിടക്കുകയായിരുന്ന വയോധികനെ ബിജിയുടെ ഭർത്താവ് ഫാദർ ബെന്നി ഉലഹന്നാൻ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയായിരുന്നു. വയോധികനായ ചോതി കുട്ടപ്പനെ സ്വന്തം പിതാവിനെ പോലെ ബിജി സ്വീകരിച്ചു, പരിചരിച്ചു. തുടർന്ന് നിരവധി പേരെ ചേർത്ത് പിടിക്കാൻ ആ സംഭവം ഇടയാക്കി. നമുക്ക് സാമ്പത്തികമില്ല, നമുക്ക് ബിൽഡിംഗ് ഇല്ല. അപ്പോൾ അങ്ങനെ ഒരു ഇതിൽ ആദ്യം ഒന്ന് പതറി. എങ്കിലും പിന്നെ അച്ഛൻ ധൈര്യം തന്നു. അതുപോലെ തന്നെ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവം പ്രാർത്ഥന കൊണ്ടാണ് നമ്മൾ ഇത്രയും ഉന്നതിയിലേക്ക് എത്തിയത്. തുടർന്ന് ഫാദർ ബെന്നി ഉലഹന്നാന്റെയും ബിജിയുടെയും നേതൃത്വത്തിൽ വീട്ടിലൊരു ആതുരാശ്രമം തുടങ്ങി. CMI ആംഗ്ലിക്കൻ സഭാംഗമായ ബെന്നി ആത്മീയ പ്രവർത്തനങ്ങളുടെ തിരക്കിലായതിനാൽ ആതുരാശ്രമത്തിന്റെ ചുമതല ബിജിക്കാണ്. തുടക്കകാലത്ത് വീട്ടിലെ പരിമിതമായ സാഹചര്യങ്ങളിലാണ് അന്തേവാസികളെ താമസിപ്പിച്ചിരുന്നത്. പിന്നീട് നാട്ടുകാരുടെ സഹായത്തോടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി. ഇതുവരെ 400ഓളം വയോധികർ വിവിധ കാലഘട്ടത്തിൽ അന്തേവാസികളായി ഇവിടെ എത്തിയിട്ടുണ്ട്. നിലവിൽ 18 സ്ത്രീകളും 22 പുരുഷന്മാരുമുണ്ട്. എല്ലാവരും രോഗികളാണ്. രോഗികളായി കഴിയുമ്പോഴാണ് എല്ലാവരും നമുക്ക് ഇവരെയൊക്കെ സ്ഥാപനങ്ങളിൽ കൊണ്ട് ആക്കുന്നത്. പിന്നെ നമുക്കിവിടെ വീട്ടിൽ ഗവൺമെന്റ് ആശുപത്രിയിൽ നിന്ന് നമുക്ക് മരുന്നൊക്കെ 1 മാസത്തേക്കുള്ള മരുന്നും ജീവിതശൈലി രോഗങ്ങൾക്കുള്ള ഷുഗർ, പ്രഷർ എന്നീ രോഗങ്ങൾക്കുള്ള മരുന്നുകളൊക്കെ 1 മാസത്തേക്ക് നമുക്ക് തന്നുവിടും. പിന്നെ അല്ലാത്ത നമുക്കിവിടെ കിട്ടാത്ത നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങും. പിന്നെ ആയുർവേദം കഴിക്കുന്നവർ ആയുർവേദാശുപത്രിയിൽ അവർ മക്കൾ വന്ന് കൊണ്ടുപോകുന്നവരുണ്ട്. ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്ക് വേണ്ടി കൊണ്ടുപോയിട്ട് ചികിത്സിച്ചിട്ട് കൊണ്ടുപോയി വിടുന്നവരുണ്ട്. അന്തേവാസികളുടെ പരിചരണം, ഭക്ഷണം തുടങ്ങി എല്ലാ കാര്യങ്ങളും ബിജിയുടെ മേൽനോട്ടത്തിലാണ്. ഇവരുടെ ആശുപത്രി ആവശ്യങ്ങൾക്കായി ആംബുലൻസ് വരെ ഓടിക്കാൻ ഇവർ പഠിച്ചു. കുടുംബത്തിനൊപ്പം നാട്ടുകാരുടെയും അകമഴിഞ്ഞ പിന്തുണയാണ് സേവനം തുടരാൻ കരുത്തേകുന്നതെന്ന് ബിജി പറയുന്നു. ന്യൂസ് 18 ഇടുക്കി. മീനച്ചൂടിനെ വെല്ലുന്ന ആവേശവുമായി നെന്മാറ വല്ലങ്ങിവേല. പാരമ്പര്യ ചടങ്ങുകളും പ്രമുഖർ അണിനിരക്കുന്ന വാദ്യമേളങ്ങളും കണ്ണും കാതും നിറയ്ക്കുന്ന വെടിക്കെട്ടും ആസ്വദിക്കാനായി നാടും നഗരവും ഒഴുകിയെത്തി. വർണ്ണക്കാഴ്ചകളും വാദ്യമേളങ്ങളും കണ്ണും കാതും നിറയ്ക്കുന്ന വെടിക്കെട്ടും ആസ്വാദകരെ ആവേശത്തിലാക്കി. ഉത്സവപ്രേമികളെ വരവേൽക്കാൻ നെന്മാറ വല്ലങ്ങി ദേശങ്ങൾ ഒരുക്കിയത് പലവിധ വർണ്ണക്കാഴ്ചകൾ. പ്രമുഖർ അണിനിരക്കുന്ന വാദ്യമേളവും കണ്ണും കാതും നിറയ്ക്കുന്ന വെടിക്കെട്ടും ആസ്വാദകരെ ആവേശത്തിലാക്കി. വരിയോല വായനയോടെ നെന്മാറ ദേശത്തിന്റെ വേലച്ചടങ്ങുകൾക്ക് തുടക്കമായി. 11:30 ഭഗവതിയുടെ കോലം കയറ്റിയതോടെ പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയിൽ 9 ആനകൾ അണിനിരന്ന എഴുന്നള്ളത്ത് ആരംഭിച്ചു. എഴുന്നള്ളത്ത് മൂലസ്ഥാനം നെന്മാറ മുക്കുവഴി നെല്ലിക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിന് സമീപമുള്ള ആനപ്പന്തലിൽ അണിനിരന്നു. തുടർന്ന് പാണ്ടിമേളത്തോടെ കാവുകയറ്റവും. ഇടയ്ക്ക് പെയ്ത മഴ എഴുന്നള്ളത്ത് വൈകിച്ചെങ്കിലും ആവേശം ചോർന്നില്ല. വല്ലങ്ങി ദേശത്ത് പ്രത്യക്ഷ ഗണപതി ഹോമവും തിടമ്പ് പൂജയുമോടെയാണ് വേലച്ചടങ്ങുകൾ തുടങ്ങിയത്. 11:30 കോലം കയറ്റി പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ 9 ആനകൾ അണിനിരന്ന എഴുന്നള്ളത്ത് ആരംഭിച്ചു. വല്ലങ്ങി ബൈപ്പാസിന് സമീപമുള്ള പന്തലിൽ എഴുന്നള്ളത്തെത്തിയതോടെ പാണ്ടിമേളം തുടങ്ങി. തുടർന്ന് കാവുകയറി പ്രദക്ഷിണം നടത്തി ദേശത്തേക്ക് മടങ്ങി. മഴയിൽ വെടിക്കെട്ടും വൈകി. രാത്രി 7-ന് പൊട്ടിക്കേണ്ട വല്ലങ്ങി ദേശത്തിന്റെയും 7:30-ന് പൊട്ടിക്കേണ്ട നെന്മാറ ദേശത്തിന്റെയും വെടിക്കെട്ടാണ് വൈകിയത്. ന്യൂസ് 18 പാലക്കാട്.
തിരുമാന്താംകുന്ന് പൂരത്തിന് പുറപ്പാടെഴുന്നള്ളത്തോടെ തുടക്കമായി. ഇനിയുള്ള 11 ദിവസം അങ്ങാടിപ്പുറത്ത് ഉത്സവ ആരവമുയരും. ഇന്നലെ പുലർച്ചെ 4 മുതൽ ക്ഷേത്രത്തിൽ ദർശനത്തിനായി സൗകര്യമൊരുക്കിയിട്ടുണ്ട്. ഭഗവതിയുടെ പഞ്ചലോഹത്തിടമ്പ് കോലത്തിൽ വെച്ച് പുറത്തേക്ക് ആനയിച്ചതിനെ തുടർന്ന് വാദ്യമേളങ്ങളുടെ പൂരം കൊട്ടിപ്പുറപ്പെട്ടു. വള്ളുവനാട്ടിലെ പ്രധാന ക്ഷേത്രോത്സവങ്ങളൊന്നായ ആര്യങ്കാവ് പൂരം ഇന്നാണ്. 96 ദേശങ്ങളുടെ ഉത്സവമാണ് ഷൊർണൂർ കവളപ്പാറ ആര്യങ്കാവിലെ പൂരം. മീനമൊന്നിന് കൂത്തു തുടങ്ങി, 21-ന് പൂരം. ഇതാണ് ആര്യങ്കാവിലെ പാരമ്പര്യം. ശ്രീരാമ പട്ടാഭിഷേകം, തോൽപ്പാവക്കൂത്താണ് ക്ഷേത്രമുറ്റത്തെ കൂത്തുമാടത്തിൽ അരങ്ങേറുക. 1-ാം തീയതി തുടങ്ങിയ പൂരാഘോഷങ്ങൾ ഇന്നലെ പാരമ്യത്തിലായി. വിവിധ തട്ടകങ്ങളുടെ കുതിരകൾ ക്ഷേത്രത്തിലെത്തി. പാതിരാവും താണ്ടി പുലരുവോളം നീണ്ട കുതിരകളി. ഇന്നും കുതിരകളി തുടരും. രാവിലെ മുതൽ ദേശങ്ങളിൽ നിന്നുള്ള പൂതനും തിറയും ഇണക്കാളകളും പൂരപ്പറമ്പിലെത്തും. ഉച്ചയ്ക്ക് ഏക പെൺകുതിര മുണ്ടായ ദേശത്ത് നിന്നെത്തി ഭഗവതിയെ വണങ്ങുന്നതോടെ പകൽപൂരം അവസാനിക്കും. കഴിഞ്ഞ 5 നാളുകളിലും ആചാര ചടങ്ങുകൾക്കൊപ്പം വിവിധ കലാപരിപാടികളും ഒരുക്കിയിരുന്നു. പറയിപെറ്റ പന്തിരുകുലത്തിലെ കാരയ്ക്കൽ അമ്മയാണ് ആര്യങ്കാവിൽ ഭഗവതി എന്നൊരു വിശ്വാസവുമുണ്ട്. വള്ളുവനാട്ടിൽ ആനയില്ലാത്ത അപൂർവം പൂരങ്ങളിലൊന്നുമാണ് ഇവിടത്തേത്. ന്യൂസ് 18 ഷൊർണൂർ. കാസർഗോഡ് പീലിക്കോട് രേരമംഗലം ക്ഷേത്രത്തിൽ പൊറാട്ടുവേഷങ്ങൾ അരങ്ങിലെത്തി. കാർത്തിക വിളക്ക് മഹോത്സവത്തിന്റെ ഭാഗമായാണ് പൊറാട്ടുവേഷങ്ങൾ എത്തിയത്. ആചാരത്തിന്റെ ഭാഗമായി ആക്ഷേപഹാസ്യം അവതരിപ്പിക്കുന്ന പത്മശാലിയ പൊറാട്ട് കാണാൻ നിരവധി പേരാണ് എത്തിയത്. പിലിക്കോട് തെരു സോമേശ്വരി ക്ഷേത്ര പരിസരത്ത് നിന്നാണ് പൊറാട്ട് വേഷങ്ങൾ പുറപ്പെടുന്നത്. ഇവരെ അണിയിച്ചൊരുക്കാൻ നാട്ടിൽ തന്നെ വിദഗ്ധ മേക്കപ്പ് കലാകാരന്മാരുമുണ്ട്. ചെണ്ടയിൽ വലം താളമടിച്ച് കൈവിളക്കുമേന്തി ബാല്യക്കാർ അരയാൽ തറയിലെത്തി കൊട്ടിയറിയിപ്പ് നടത്തുന്നതോടെ തെരുവിൽ പൊറാട്ട് വേഷങ്ങൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങും. അതുപോലെ തന്നെ ആ തത്തങ്ങണം വീട്ടിലെ സുമേഷാട്ടൻ അവരെല്ലാം ബാക്കിലെ കേട്ടിട്ട് ഗതികേട് വന്നു. കരക്കവർ നേരെ നടിയിൽ തന്നെ കയറ്റി. അട്ടക്കണം പോതി, ചോകോന്മാർ, വാഴപ്പോതികൾ തുടങ്ങിയ ആചാര പൊറാട്ട് വേഷങ്ങളാണ് ആദ്യമെത്തുക. ആനുകാലിക വിഷയങ്ങളുമായി പുതുതലമുറയിൽപ്പെട്ടവരുടെ വേഷങ്ങൾ പിന്നാലെ എത്തി. സമകാലിക പ്രശ്നങ്ങൾ ദ്വയാർത്ഥ പ്രയോഗത്തിലൂടെയും പൊറാട്ട് വേഷക്കാർ കാഴ്ചക്കാരുടെ മുഖത്ത് നോക്കി പറയും. രേരമംഗലം ക്ഷേത്രനടയിൽ എത്തും വരെ കാണികളോട് സംവദിച്ച് പൊറാട്ട് വേഷക്കാർ തിരികെ മടങ്ങും. പൂരക്കാലത്തെ സവിശേഷമായ ആചാരം കാണാൻ നിരവധി പേരാണ് എത്തുന്നത്. ന്യൂസ് 18 പിലിക്കോട്. വേനൽമഴ ലഭിക്കാൻ കോഴിക്കോട് മുക്കം തൃക്കുടമണ്ണ ശിവക്ഷേത്രത്തിൽ നടത്തിവരുന്ന വഴിപാടായ കഞ്ഞിപ്പാർച്ചയ്ക്ക് തുടക്കമായി. മാർച്ച് 31-ന് ആരംഭിച്ച കഞ്ഞിപ്പാർച്ച ഏപ്രിൽ 13 ചെറിയ വിഷുവിന് സമാപിക്കും. 1000-ഓളം ആളുകളാണ് ഓരോ ദിവസവും കഞ്ഞി കുടിക്കാനായി എത്തുന്നത്. കാർഷിക വൃത്തിയെ മാത്രം ആശ്രയിച്ചു കഴിഞ്ഞിരുന്ന കോഴിക്കോടിന്റെ കിഴക്കൻ മലയോര മേഖലയിലെ പഴയകാല കർഷകർ കടുത്ത വേനലിൽ മഴ ലഭിക്കാനായി മുക്കം തൃക്കടമണ്ണ ശിവക്ഷേത്രത്തിൽ വഴിപാടായി നടത്തിവരുന്ന കഞ്ഞിപ്പാർച്ചയ്ക്കാണ് തുടക്കമായത്. പഴയകാലം മുതൽ ആരംഭിച്ച കഞ്ഞിപ്പാർച്ച ഇപ്പോഴും മുടങ്ങാതെ ക്ഷേത്ര കമ്മിറ്റി നടത്തിവരുന്നു. ഇത് 14 ദിവസമാണ് ഈ ചടങ്ങ് നടക്കുന്നത്. ദിവസം 1000-ഓളം ആളുകൾ പങ്കെടുക്കുന്നുണ്ട്. മുക്കത്തുള്ള ബിസിനസ്സുകാരും അതുപോലെ തന്നെ സമീപ പ്രദേശത്തെ വീടുകളിലുള്ള ആളുകളൊക്കെ തന്നെ ഈ പ്രസാദത്തിന് വേണ്ടിയിട്ട് ഇവിടെ വന്നു പോകുന്നു. ഇപ്പോൾ സ്പോൺസർഷിപ്പിലൂടെയാണ് കഞ്ഞിപ്പാർച്ചയ്ക്കുള്ള പണം കണ്ടെത്തുന്നത്. വിവാഹിതരായ ഏറെക്കാലം കുട്ടികളില്ലാത്തവരുൾപ്പെടെ സന്താന ലബ്ധിക്കായി ഈ വഴിപാട് നടത്തിവരുന്നവരുമുണ്ട്. നിരവധി ഭക്തജനങ്ങൾ, മുക്കം അങ്ങാടിയിലെ വ്യാപാരികൾ, ചുമട്ട് തൊഴിലാളികൾ ഉൾപ്പെടെ ജാതിമത ഭേദമന്യേ 1000-ലേറെ ആളുകൾ ഓരോ ദിവസവും കഞ്ഞി കുടിക്കാനായി ക്ഷേത്രത്തിലെത്തുന്നുണ്ട്. കഞ്ഞിയും പുഴുക്കും ക്ഷേത്രത്തിലെ പ്രസാദമായ പായസവും മലരും ശർക്കരയുമാണ് കഞ്ഞിപ്പാർച്ചയിൽ നൽകി വരുന്ന വിഭവങ്ങൾ. കഞ്ഞി കുടിക്കാനായി എത്തുന്നവർക്ക് കഞ്ഞി വീടുകളിലേക്ക് കൊണ്ടുപോകുവാനും നൽകുന്നുണ്ട്. ന്യൂസ് 18 കോഴിക്കോട്.
കോതമംഗലത്ത് നടക്കുന്ന കേരളോത്സവത്തിന്റെ തീം സോങ് പ്രകാശനം ചെയ്തു. മന്ത്രി റോഷി അഗസ്റ്റിനാണ് പ്രകാശനം നിർവഹിച്ചത്. ഏപ്രിൽ 8 മുതൽ 11 വരെയാണ് കേരളോത്സവം. തീം സോങ്ങിന്റെ രചന BK ഹരിനാരായണനും സംഗീതം ബിജി പാലുമാണ് നിർവഹിച്ചത്. ചടങ്ങിൽ ആന്റണി ജോണി MLA അധ്യക്ഷനായി. സ്വർണം വെള്ളി നിരക്കുകൾ കൂടി നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 8400, പവൻ 67,200. 18 ക്യാരറ്റ് ഗ്രാം സ്വർണത്തിന് 6920, പവന് 55,360. വെള്ളി ഗ്രാമിന് 106, കിലോയ്ക്ക് 1,06,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. ഇനി ഇടവേളയ്ക്ക് ശേഷം കാണാം സ്പോട്ട് ലൈവ്. നമസ്കാരം.